ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രേവതിയുടെയും സച്ചിൻ്റെയും ഇന്നത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പിസോഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അതുകൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. രേവതിയുടെയും സച്ചിൻ്റെയും വരാൻ പോകുന്ന കഥകളിലെ കുറച്ച് ഭാഗങ്ങൾ കൂടിയിട്ട്. എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തുടങ്ങാണ്. വൈകുന്നേരമായി, അന്നേരം എന്താ നല്ല ദിവസം ഇപ്പോഴാണോ വിഷ് ചെയ്യുന്നതെന്ന് ചോദിക്കരുത്. രാവിലെ മുതൽ എപ്പിസോഡ് ഇടുന്നല്ലേ. അപ്പോൾ എന്തായാലും രേവതിയാണ് പുറത്ത് വന്ന് നിൽക്കുന്നത് എന്ന് കണ്ടിട്ട് നമ്മുടെ സുധി നീലിമയോട് പറഞ്ഞു, അത് രേവതിയാണ്, അവളാണെന്ന് തോന്നുന്നു ക്ലീൻ ചെയ്യാൻ വന്നത്, അവൾ എന്ത് പണിയും ചെയ്യുന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും അവൾ തന്നെയായിരിക്കും ക്ലീൻ ചെയ്യാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അത് അപ്പോൾ ഇനിയിപ്പോൾ എന്തിനും കഥ തുറക്കാതിരിക്കാൻ പറ്റില്ല, നമുക്ക് കഥക് തുറന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇവർ കഥക് തുറക്കുകയാണ്. അപ്പോൾ ഇവനോടൊരു മുറിക്കകത്ത് കയറി ഒളിച്ചിരിക്കാനും പറയാം. അങ്ങനെ കഥക് തുറന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ വാഷ്റൂമിലായിരുന്നു, അതാട്ടോ കഥക് തുറക്കാൻ താമസിച്ചത് എന്ന് രേവതിയോട് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് വീട് വൃത്തിയാക്കേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തുടങ്ങിക്കോളാനായിട്ട് തുടങ്ങിക്കോട്ടെ എന്ന് രേവതി ചോദിച്ചു. തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഒരു മുറി മാത്രം വൃത്തിയാക്കണ്ട, ഒരു മുറി മാത്രം വൃത്തിയാക്കണ്ട, ബാക്കി മുറി വൃത്തിയാക്കിയാൽ മതി, അതിനകത്ത് ഓണറുടെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് തുറക്കണ്ടെന്ന് പറഞ്ഞ് സുധി കയറിയിരിക്കുന്ന മുറി മാത്രം നമ്മുടെ നീലിമ തുറക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. എവിടെയാണ് നിങ്ങളുടെ സ്ഥാപനം എന്ന് നീലിമ ഇങ്ങനെ സെറ്റിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ രേവതി പണിതുകൊണ്ടിങ്ങനെ തുടയ്ക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ ഈ സ്ഥാപനം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതായത് രേവതി ക്ലീനിങ്ങിൻ്റെ ആ ഒരു സ്ഥാപനത്തിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. സ്ഥാപനമൊന്നുമല്ല, പരിചയക്കാർക്കൊക്കെ അറിയാം. എല്ലാ ദിവസവും ജോലി ഉണ്ടാവുമോ? ഇല്ല, വല്ലപ്പോഴും മാത്രമേ ജോലി ഉണ്ടാവുള്ളൂ. എനിക്ക് ഈ പണി മാത്രമല്ല ഉള്ളത്, പല പണികളും ഉണ്ട്. പത്രമിടലുണ്ട്, പൂക്കട നടത്തുന്നുണ്ട്, ഡ്രൈവിംഗ് പഠിപ്പിക്കും, അല്പസ്വല്പം ബ്രോക്കർ പണിയൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം 10-ാം തീയതി വരെ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും നീലിമ ചോദിച്ചാൽ, അതെന്താ? എൻ്റെ കല്യാണ. രേവതിയുടെ കല്യാണ? കൊള്ളാലോ, എവിടുന്ന ചെറുക്കൻ, ആരാ ചെറുക്കൻ ആണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആകാംക്ഷയോട് ചോദിക്കുക. അല്ല, ആരാണാവോ ഭാഗ്യവാൻ? വലിയൊരാളാണ്, ഒരുപാട് പഠിച്ച ഒരാളാണ്. അപ്പോഴേക്കും നീലിമ ചോദിച്ചാൽ, അല്ല എന്നിട്ട് എന്താ രേവതിയെ കല്യാണം കഴിക്കുന്നേ? പ്രേമാണോ? അപ്പോഴേക്കും രേവതി പറഞ്ഞു, അല്ലല്ല, വീട്ടുകാർ തമ്മിൽ നിശ്ചയിച്ച കല്യാണമാണ്. അങ്ങനെ വീട്ടുകാർ തമ്മിൽ നിശ്ചയിച്ചതല്ലേ. അല്ല, ആൾ സുന്ദരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് രേവതി പറഞ്ഞു, ആൾ സുന്ദരനാ. രേവതിക്ക് ആളെ ഇഷ്ടമായോ? അല്ല, എൻ്റെ ഇഷ്ടത്തിന് എന്താ മാഡം പ്രസക്തി? വീട്ടുകാർ നിശ്ചയിക്കുന്നു, നമ്മളതനുസരിക്കുന്നു, അതല്ലേ? അങ്ങനെയാണല്ലോ പതിവ്. അല്ല, രേവതിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ലേ? അല്ല, വലിയ പഠിപ്പുള്ളവരെയൊന്നും വിശ്വസിക്കാൻ പാടില്ല കേട്ടോ, പറ്റിക്കും. അപ്പോഴേക്കും സുധിയേട്ടൻ പറ്റിക്കൊന്നുമില്ല, ഒഴിയാനായിട്ട് ഞാൻ പറഞ്ഞിട്ടും അങ്ങനെ ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അകത്ത് സുധി ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നെ ഒരുപാട് ഇഷ്ടമായി എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചാൽ സുധിയേട്ടൻ പറഞ്ഞത്. അപ്പോഴേക്കും നീലിമ പറഞ്ഞു, എന്തായാലും എനിക്ക് ഇത്തരം വിദ്യാഭ്യാസമുള്ള ആളുകളെ ഇഷ്ടമല്ല. അധിക സ്വപ്നമൊന്നും കാണാതിരിക്കുന്നതാ രേവതി നല്ലത്, അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ രേവതിയുടെ മുഖത്താകെ ഒരു നിരാശ പോലെ. എന്താ, വിഷമായോ? ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രേവതിയുടെ കാര്യത്തിൽ അത് ശരിയാവണമെന്നില്ല കേട്ടോ, ശരിയാവണമെന്ന് പാടില്ല എന്നും ഇല്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ശരിയാവാൻ പാടില്ല എന്നും ഇല്ല കേട്ടോ. അല്ല, കുടിക്കാൻ ഞാൻ എന്താ എടുക്കണ്ടേ എന്ന് നീലിമ ചോദിച്ചപ്പോഴേക്കും, വെള്ളം മതി, എന്നാൽ ഞാൻ ലൈം ജ്യൂസ് എടുക്കാം, അപ്പോഴേക്കും ഇവിടെ വൃത്തിയാക്കുക കേട്ടോ എന്നും പറഞ്ഞ് നീലിമ ലൈം ജ്യൂസ് എടുക്കാനായിട്ട് അങ്ങ് പോവുക. അപ്പോഴേക്കും നീലിമ പറഞ്ഞത് ഓർത്തിട്ട് ആകെ ഒരു സങ്കടവും ഒരു ടെൻഷനും ഒക്കെ നമ്മുടെ രേവതിയുടെ മുഖത്തുണ്ട്. എന്തായാലും പണിയൊക്കെ കഴിഞ്ഞിട്ട് രേവതി പോകാൻ നേരത്ത് രേവതിക്ക് പൈസ കൊടുത്തു രേവതി പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും ഒന്ന് നിന്നേ എന്ന് നീലിമ പറഞ്ഞപ്പോൾ രേവതി അന്തം വിട്ടിങ്ങനെ നിന്നപ്പോൾ രേവതിക്ക് കൈ കൊടുക്കുകയാണ്. ഹാപ്പി മാരീഡ് ലൈഫ് എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് രേവതിയും കൂട്ടുകാരിയും കൂടെ ഇറങ്ങി അങ്ങ് പോവുകയാണ്. നീലിമ അകത്ത് രേവതിയുടെ ആ പോക്കും നോക്കി ഇങ്ങനെ നിൽക്കുക. എന്തായാലും രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ സുധിയെ ഫോൺ ചെയ്ത് അറിയിക്കുകയാണ്, രേവതി പോയി എന്നറിയിക്കാനായിട്ട് മിസ് കോൾ വിടുക. അപ്പോൾ സുധി അകത്ത് നിന്നത് കാണുന്നുണ്ട്, പോകുന്നതൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും സുധി കഥക് തുറന്ന് ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ നീലിമ സുധിയെ കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുക. നീ എന്താ ചിരിക്കുന്നേ എന്ന് രേവതി നീലിമയോട് ഇങ്ങനെ ചോദിക്കുക. അല്ല, പാവം, ആ പെണ്ണിനെക്കുറിച്ച് ഓർത്ത് ഞാൻ ചിരിച്ചു പോയതാ. അവൾ അറിയുന്നില്ലല്ലോ സുധി അവളെ കെട്ടാൻ പോകുന്നില്ല എന്ന കാര്യമൊന്നും. പക്ഷേ നല്ല കുട്ടിയാട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നീ അങ്ങ് വിട്, അത് വിട്, അവൾ പോയില്ലേ? അവൾ പോയി, എന്താ കാണുന്നുണ്ടോ അവളെ? അപ്പോഴേക്കും സുധി പറഞ്ഞു, വേണമെങ്കിൽ പോയി കണ്ടോ, അവൾ ചിലപ്പോൾ റോഡിലുണ്ടാകും, പോയി കണ്ടോ. അല്ല, ഇടയ്ക്ക് ഇടവഴിയിൽ വെച്ച് കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഒരു രസമല്ലേ? അപ്പോഴേക്കും നീലിമയോട് സുധി ചോദിച്ചു, നീ കളിയാക്കാൻ പറയുന്നതല്ലോ അല്ലേ? ഒരിക്കലും അല്ല,
ആ ചെക്ക് എൻ്റെ കയ്യിൽ വന്നപ്പോൾ തന്നെ സുധി ഒരിക്കലും എന്നെ ചതിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി. ഇനി എന്തിനാ? അതുകൊണ്ട് ധൈര്യമായിട്ട് നീ വേണമെങ്കിൽ പൊക്കോ. അത് ചിലപ്പോൾ അവൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ചെല്ലടാ ചെല്ല്. അപ്പോഴേക്കും സുധി പറഞ്ഞു, എന്നാൽ പിന്നെ പോയിട്ട് വരാം അല്ലേ, പാവമല്ലേ, അല്ല നീ പറഞ്ഞതുപോലെ ഒരു രസം അല്ലേ. അപ്പോഴേക്കും നീലിമ പറഞ്ഞു, ചെല്ല് നീ പോ ചെല്ല് എന്നും പറഞ്ഞ് സുധിയെ പറഞ്ഞു വിടുകയാണ് രേവതിയോട് സംസാരിക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ രേവതി കൂട്ടുകാരിയെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിടാനായിട്ട് പോവുകയാണ്. കൂട്ടുകാരിയെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് അവിടെ വിട്ട് ബസ് ഇപ്പോൾ വരുമായിരിക്കുമല്ലേ, വേണേ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ, വേണ്ടെന്നേ ബസ് ഇപ്പോൾ വരും, എന്നാൽ ശരിയെന്ന് പറഞ്ഞ് രേവതി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആ പെണ്ണ് പറഞ്ഞു, ആ പെണ്ണ് ഏതാണെന്ന് മനസ്സിലായോ? ഏത് പെണ്ണ്? നമ്മൾ ക്ലീൻ ചെയ്യാൻ പോയി വീട്ടിലില്ലേ, ആ വീട്ടിലെ പെണ്ണ്. അത് ഭൂലോക തട്ടിപ്പ് പെണ്ണാ. അത് പണ്ട് ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിലൊക്കെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാ. അവർ ഒരു ചിട്ടി സ്ഥാപനമൊക്കെ നടത്തിയായിരുന്നു. അതിൻ്റെ കാശ് കൊണ്ട് അവർ മുങ്ങുകയും ചെയ്തു. എന്നിട്ട് രേവതി അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. ആണോ? കണ്ടാൽ പറയില്ല കേട്ടോ. ആ വീടെടുത്തിരിക്കുന്നതേ അതുപോലെ എന്തോ ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഏതോ ഒരുത്തൻ അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ അവളുടെ വലയിൽ വന്ന് പെട്ടിട്ടുണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും അവരുടെ കഷ്ടകാലം. അപ്പം ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരുത്തരെ നമ്പാൻ പറ്റില്ല. പണ്ട് പറ്റിച്ചുകൊണ്ടിരുന്നത് പുരുഷന്മാർ മാത്രം. ഇപ്പോൾ സ്ത്രീകളും ഒട്ടും മോശമല്ല പറ്റിക്കാനായിട്ട്. എന്നാൽ ശരി, വൈകിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നമ്മുടെ രേവതി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സുധി എന്ത് ചെയ്തു? സുധി ഒരു ഇവൾ വരുന്ന വഴിക്ക് ഒരു കടയുടെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. വരുന്ന വഴിക്ക് കടയുടെ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കടയിൽ നിന്ന് എന്തോ ഒരു മിഠായി എന്താണ്ട് മേടിച്ചു. ആ സമയത്ത് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരികയാണ്. ഇത് അത്ഭുതമായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ കാണാതിരുന്ന കണ്ട മാതിരി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് കണ്ട മാതിരിയൊക്കെ നമ്മുടെ സുധി ഇങ്ങനെ സംസാരിക്കുകയാണേ. അല്ല ഇതെന്താ ഈ വഴിക്ക്? അപ്പോഴേക്കും ഏട്ടൻ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ രേവതി ഇറങ്ങി. ഞാനിവിടെ 3-4 കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടേ IASന്. അപ്പോഴേക്കും ഞാനിവിടെ ഒരു വർക്കിൻ്റെ കാര്യത്തിന് വേണ്ടി പോയതായിരുന്നു. എന്ത് വർക്ക്? ഞാൻ ക്ലീനിങ് വർക്കിൻ്റെ കാര്യത്തിന് പോയതായിരുന്നു, വീടിൻ്റെ. ആണോ? അപ്പോൾ അതുകൊണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കുന്നതായിരിക്കും എളുപ്പം. എന്തായാലും നല്ലതല്ലേ, ഏത് ജോലിക്കും ഇല്ലേ അതിൻ്റേതായ മഹത്വമൊക്കെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിയുടെ ഈ ക്വാളിറ്റിയാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്, മറ്റാർക്കും ഇല്ലാത്ത ഈ ക്വാളിറ്റി. അപ്പോൾ അവൾ താങ്ക് യു പറയാം കേട്ടോ. ഇവിടെ അടുത്തങ്ങ് ഒരു കോഫി ഷോപ്പ് ഇല്ലാതെ പോയി, അല്ലെങ്കിൽ നമുക്ക് ഒരു കോഫി കുടിക്കാമായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട, നമുക്കൊന്നൊരു കരിക്ക് കുടിച്ചാലോ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. അല്ല ഇതൊക്കെ രസമല്ലേ ഇങ്ങനെയൊക്കെ കാണുന്നതും കുറച്ച് നേരം സംസാരിക്കുന്നതും ഒക്കെ. അപ്പോഴേക്കും അല്ല ഇവിടെ ട്യൂഷൻ എടുക്കുന്നത് ഏത് ഭാഗത്താണ്? കുറച്ച് അപ്പുറേക്ക് പോകണം. ആർക്ക് വേണമെങ്കിലും എടുത്തോളൂ, പക്ഷേ ആ വളവ് തിരിഞ്ഞ് 4ാമത്തെ വീട്ടിലെ പെൺകുട്ടിക്ക് മാത്രം ഒരു ട്യൂഷനും എടുത്തേക്കരുത് കേട്ടോ. അപ്പോൾ ഏത് പെൺകുട്ടി? ഞാനിന്ന് ക്ലീനിങ്ങിന് പോയ വീട്ടിലെ പെൺകുട്ടി. അതെന്താ? ആ പെൺകുട്ടിക്ക് എന്താ കുഴപ്പം? തട്ടിപ്പുകാരി, സാമ്പത്തിക തട്ടിപ്പുകാരി. എൻ്റെ കൂട്ടുകാരി പറഞ്ഞതാ, ചിട്ടി നടത്തി പറ്റിച്ചൂത്രേ ആൾക്കാരെ. അങ്ങോട്ടേക്ക് പോകണ്ട കേട്ടോ, പുതിയ എന്തോ തട്ടിപ്പുമായിട്ട് കൂടിയിരിക്കുക ഇവിടെ. അപ്പോഴേക്കും സുധി പറഞ്ഞു, അതൊന്നും ശരിയായിരിക്കില്ല. ആര് പറഞ്ഞു? എൻ്റെ കൂട്ടുകാരി പറയുന്ന ഒന്നും തെറ്റിയിട്ടില്ല. എൻ്റെ കൂട്ടുകാരിക്ക് എല്ലാം അറിയാവുന്നതാണ്. എന്തായാലും ആ ഭാഗത്തേക്ക് ട്യൂഷൻ എടുക്കാനൊന്നും പോകണ്ട കേട്ടോ. അപ്പോഴേക്കും സുധി പറഞ്ഞു, ശരി ഞാൻ ശ്രദ്ധിച്ചോളാം, എന്നാൽ ഞാൻ പൊക്കോട്ടെ. പിന്നെ എന്നെ ഇങ്ങനെ കണ്ട കാര്യമൊന്നും ആരോടും പറയുമൊന്നും വേണ്ട കേട്ടോ. അപ്പോഴേക്കും സുധി ചിരിക്കുകയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങനത്തെ ജോലികൾക്കൊന്നും പോവില്ല, നാണക്കേടല്ലേ എന്ന് സുധിയോട് ചോദിച്ചപ്പോൾ സുധി പറഞ്ഞു, എന്തിനാ, ഏത് ജോലിക്കും അതിൻ്റേതായ മഹത്വം ഉണ്ടല്ലോ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, എന്നെ മനസ്സിലാക്കിയില്ലോ, എന്നെ വഴക്ക് പറഞ്ഞില്ലല്ലോ, വലിയ ഉപകാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ വളരെ സന്തോഷത്തോടു കൂടി പോവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സുധി ഇങ്ങനെ ആലോചിക്കട്ടെ രേവതി പറഞ്ഞ കാര്യം. വളവ് തിരിഞ്ഞ് 4ാമത്തെ വീട്, നീലിമ വൻ സാമ്പത്തിക തട്ടിപ്പുകാരി. പക്ഷേ ഈ മണ്ടൻ അതൊന്നും വിശ്വസിക്കത്തില്ല. ഇവിടെ ഇത് ചെന്നിട്ട് വേണമെങ്കിൽ നമ്മുടെ സുധി എന്നിട്ട് രേവതി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് നീലിമയോട് പറയും. അപ്പോൾ നീലിമ 2 പൂങ്കണ്ണീര് ഒഴുകി കഴിയുമ്പോഴേക്കും നമ്മുടെ സുധി ഫ്ലാറ്റ്. ഇതാണ് സുധിയുടെ ഒരു ക്യാരക്ടർ. എന്തായാലും നമ്മുടെ നീലിമ ഇതേ സമയം കൂട്ടുകാരിനെ വിളിക്കുകയാണേ. നീലിമ ഫോൺ വിളിച്ചിട്ട് കൂട്ടുകാരിയോട് പറയുകയാണ്, ആ 10-ാം തീയതി, ഈ മാസം 10-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ബാംഗ്ലൂർക്കുള്ള ഏത് ഫ്ലൈറ്റും എനിക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തോ, ഞാൻ ഇവിടുന്ന് സ്റ്റാൻഡ് വിടുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധിയുടെ കാറ് വന്നു പുറത്തേ. എന്നിട്ട് സുധി അകത്തേക്ക് കയറി വരുവാണ്. അപ്പോൾ എന്ത് പറ്റി സുധി, കണ്ടില്ലേ എന്നിങ്ങനെ ചോദിക്കാൻ നീലിമ. അത് കണ്ടു. പിന്നെ ഞാൻ നിന്നൊരു കാര്യം ചോദിക്കട്ടെ, നീ പണ്ട് ചിട്ടി നടത്തിയിട്ടുണ്ടായിരുന്നോ? ഞാൻ നിന്നെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അപ്പോഴേക്കും ഇവളൊന്ന് ഞെട്ടു കേട്ടോ. എന്നിട്ട് ഞെട്ടലൊക്കെ മറച്ചു പിടിച്ചു. ചിട്ടിയോ? എന്ത് ചിട്ടി? അല്ലാതെ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ.
എന്തു പറ്റി? ശ്രുതിക്ക് എന്നെ ഉപേക്ഷിച്ച് അവളുടെ കൂടെ ജീവിക്കണമെങ്കിൽ അതായിക്കോ. അതിന് വേണ്ടിയിട്ട് അനാവശ്യവും ഇല്ലാത്ത കഥകളൊന്നും പറയണ്ട കേട്ടോ. എൻ്റെ ക്യാരക്ടറിനെ ഇങ്ങനെ അസാസിനേഷൻ നടത്തരുത് ആവശ്യമില്ലാത്ത കഥകളൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനത് വിശ്വസിച്ചിട്ടില്ല. ഓ, വിശ്വസിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്കതിലൊന്നും വലിയ പ്രശ്നമില്ല. എന്ത് ചിട്ടി? ഈ ചിട്ടി നടത്താനോ? ഈ പണമെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, കൈകൊണ്ട് തൊടുന്നത് പോലും എനിക്കിഷ്ടമല്ല. എന്നിട്ട് നമ്മുടെ നീലിമ സെൻറ്റിമെൻറ്റ്സ് ഇറക്കുക, നിനക്ക് അവളെ കെട്ടണമെങ്കിൽ അങ്ങോട്ട് കിട്ടിയാൽ പോരെ, എന്തിനാ വെറുതെ എന്നെക്കുറിച്ച് അതും നീ പറയാൻ നിൽക്കുന്നത്, നിനക്കിനി അവളെ കെട്ടാൻ ആഗ്രഹമെങ്കിൽ നീ അങ്ങോട്ട് കെട്ടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സങ്കടമൊക്കെ അഭിനയിക്കുവാണ് കേട്ടോ. അപ്പോഴേക്ക് അതൊന്നും അല്ല. ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, രേവതിയാണ് പറഞ്ഞത്, രേവതി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതായത് ഇവൾ തട്ടിപ്പുകാരിയാണെന്ന് പറഞ്ഞത് രേവതിയാണ്. അതായത് കുറച്ച് കണക്ഷൻ വിട്ടുപോയിട്ടോ, അപ്പുറം പട്ടി കുറച്ച് അപ്പോൾ ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചിന്തിച്ചു പോയതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ രേവതിയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ പെണ്ണ് പറഞ്ഞു, നീലിമ പറഞ്ഞു, അതെ രേവതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തോ അസൂയുണ്ട് എന്നോട്, അതുകൊണ്ടാണ് അവൾ ഏഷ്യക്കാരിയാണ്, വെറുതെ അല്ല അവളുടെ കല്യാണം മുടങ്ങുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നീ അത് വിട്ടാൽ ഇനി അതിൽ പിടിച്ച് തൂങ്ങുമൊന്നും വേണ്ട എന്ന് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുക. അപ്പോൾ നീലിമ പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ ശ്രുതിയോട്, ശ്രുതി അനുസരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ശ്രുതി ഇനി കല്യാണം കഴിയുന്നത് വരെ അവളോട് മിണ്ടുമൊന്നും വേണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല ഇനി അല്ലെങ്കിൽ അവളോട് മിണ്ടാൻ എനിക്ക് വല്ല താല്പര്യമൊന്നും ഇല്ല. പിന്നെ ശ്രുതി നമ്മൾ പോകുമ്പോഴുണ്ടല്ലോ, എന്തായാലും ഇവിടുന്ന് പോകില്ല 10-ാം തീയതി നമ്മൾ. പോകുന്ന സമയത്ത് ട്രെയിൻ ബുക്ക് ചെയ്താൽ മതി കേട്ടോ, എനിക്ക് വോമിറ്റ് ചെയ്യും ഫ്ലൈറ്റ് കയറിയാൽ. അപ്പോൾ ശ്രുതി പറഞ്ഞു, അത്രേ ഉള്ളൂ, നീലിമ എന്നെ വെച്ചോണ്ടിരിക്കുക, ഇപ്പം കിട്ടൂടെ നിനക്കട്ടെ. പിന്നെ കാണിക്കുന്നത് രേവതി ഒരു ചിട്ടി വിളിക്കാനായിട്ട് പോവാണ് കേട്ടോ. രേവതി ആ ചിട്ടി വിളിക്കാനായിട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും കുറേ പേര് കൂട്ടി വിളിക്കുകയൊക്കെ ചെയ്യും. അവസാനം അവൾ പറയും, എൻ്റെ കല്യാണത്തിനാണ് ചേട്ടാ, വേറെ നിവൃത്തിയില്ല ഞേട്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ കല്യാണത്തിനായിരുന്നു, എന്നാൽ പിന്നെ ഇത് ആദ്യം പറയണ്ടേ എന്നും പറഞ്ഞ് രേവതിക്ക് ഒത്തിരി ബാക്കിയുള്ളവരാരും വിളിക്കാതെ രേവതിക്ക് തന്നെ ആ ചിട്ടി കൊടുക്കുക കേട്ടോ. അങ്ങനെ 5 ലക്ഷം രൂപ ചിട്ടിക്കാശുമായിട്ട് വീട്ടിൽ വന്ന് രേവതി അമ്മയുടെ കയ്യിലേക്ക് 5 ലക്ഷം രൂപ കൊടുക്കുക. ഇത് 5 ലക്ഷം രൂപയുണ്ട്. അപ്പോഴേക്കും ആ ബ്രോക്കർ ഒരു സ്ഥലക്കച്ചവടം നടന്നോ എന്നിങ്ങനെ ചോദിക്കും. ഒരു ബ്രോക്കർ ആയിട്ട് ഇവൾ ജോലി ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ ഒരു സ്ഥലക്കച്ചവടം നടക്കുവാണെങ്കിൽ എല്ലാ പ്രശ്നം തീരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ സ്ഥലക്കച്ചവടം നടന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ സ്ഥലക്കച്ചവടം ഒന്നും നടന്നതല്ല, ഒരു ചിട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെയാണെന്ന് രേവതി ഇങ്ങനെ പറയുകയാണ്. ശരത്തിന് കാനഡയിൽ പോകാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു, ഇപ്പം ഞാനത് വിളിച്ചെടുത്തതാണ്, അതിൻ്റെയാണ്, ഒരു 10 പവനെങ്കിലും മേടിക്കാനുള്ള കാശുണ്ട്, അതെങ്കിലും ഇടണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് മതിയോ എന്ന് അനിയത്തി ഇങ്ങനെ ചോദിക്കുക. അത് മതി, നമ്മൾ പാവങ്ങളാണെന്ന് അവർക്ക് അറിയാവുന്നതല്ലേ, വേറെ ആർക്കും ഇല്ല, അവിടുത്തെ അമ്മായിയമ്മയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, ആരാണെങ്കിലും സ്വർണ്ണം ഇടണമെന്ന്, കല്യാണത്തിന് സ്വർണ്ണം ഇടണമെന്ന് എന്നെ എത്ര നിർബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെൺകുട്ടിയുടെ കല്യാണത്തിന് സ്വർണ്ണം ഇടുക തന്നെ വേണം. 13 വയസ്സ് വരെ പെൺകുട്ടികളെ പാർവതിയും, കല്യാണം വരെ 13 വയസ്സ് വരെ സരസ്വതിയും, കല്യാണം വരെ സ്ത്രീകൾ പാർവതിയും, കല്യാണം കഴിയണ ആ സമയത്ത് മഹാലക്ഷ്മി സ്വർണ്ണം ഇട്ടുകൊണ്ട് വേണം ചെല്ലാൻ. അതുകൊണ്ടാണ് സ്വർണ്ണം ഇട്ടുകൊണ്ട് സർവാഭരണ വിഭൂഷിതയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഈ മഹാലക്ഷ്മിക്ക് ഇച്ചിരി കാശ് കുറവാണെന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവൾ എഴുന്നേറ്റ് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അനിയത്തി ഈ രേവതിക്ക് ചായയൊക്കെ ആയിട്ട് വരികയാണ്. ചേച്ചിന്ന് വിളിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവളോട് പറയാനുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ രേവതി സുധിയെ കണ്ട കാര്യവും IS കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ ചെന്ന കാര്യവും അങ്ങനെ IS കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ പോയ കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നാൽ പിന്നെ സുധിയേട്ടനും IS കാരനായിക്കൂടെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുധിയേട്ടന് ബിസിനസ്സാണ് ഇഷ്ടം. ബിസിനസ്സിൽ വിജയിച്ചാൽ പിന്നെ ചേച്ചി പിന്നെ ആരാ, ഞാൻ രേവതി തന്നെയാണ്, അതിലൊരു മാറ്റം ഉണ്ടാവില്ല ഒരിക്കലും എന്ന് രേവതി ഇങ്ങനെ പറയുകയാണ്. എന്തായാലും അനിയത്തിക്ക് ജോലിയുടെ കാര്യമൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ വേണ്ടാന്ന് വെച്ചു കേട്ടോ അനിയത്തി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രൻ പത്രമൊക്കെ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സുധിയുടെ അച്ഛനെ പത്രമൊക്കെ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കെട്ടിയോൾ പോകാൻ ഇറങ്ങുക. നീ ഇതെങ്ങോട്ടാ? അപ്പോൾ ജ്വല്ലറിയിലേക്ക് വരുന്നുണ്ടോയെന്ന് അവരെന്നോട് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അതെന്താ ചന്ദ്ര ഇത്, അതൊക്കെ മോശമല്ലേ, മനുഷ്യനാദ്യം മനുഷ്യനെ വിശ്വസിക്കണം. മനുഷ്യനെയൊക്കെ വിശ്വസിക്കാം. അതെ, ബേക്കറിയിൽ നിന്ന് വല്ല ഹൽവ മേടിക്കുമ്പോൾ ഇതേ സ്വർണ്ണം മാറ്റു പറഞ്ഞാലേ കുറഞ്ഞതാ. അപ്പോഴേക്ക് സച്ചിൻ പറഞ്ഞു, സ്വർണത്തിൻ്റെ മാറ്റ് പരിശോധിക്കാനായിട്ട് സംവിധാനങ്ങളുണ്ട്, മനുഷ്യരുടെ മാറ്റിന് എന്ത് പരിശോധനയാണ് അവ ഉള്ളത് എന്നൊക്കെ സച്ചിൻ ഇങ്ങനെ ആരോടോ എന്ന പോലെ ഇങ്ങനെ പറയുകയാണ്. പുറത്ത് നിന്നിട്ട്, ആരുടെ മാറ്റാടാ ഇപ്പം നിനക്ക് പരിശോധിക്കേണ്ടത്, എൻ്റെ ആണോടാ, ഞാൻ 24 ക്യാരറ്റാ തനി തങ്കം. അതുകൊണ്ടാണ് നീക്ക് ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കണത്. അച്ഛനൊന്നും മിണ്ടില്ല കേട്ടോ. പുറകിൽ അച്ഛൻ വന്ന് നിൽപ്പുണ്ട്. അച്ഛൻ ഒന്നും പറയണ്ടെന്ന് കാണിക്കുക.
പെൺകുട്ടികളുടെ വീട്ടുകാർ സ്വർണ്ണം എടുക്കാൻ പോകുമ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാരെ അറിയിക്കും, അവർ ചെല്ലുകയും ചെയ്യും. അതൊരു നാട്ടു നടപ്പാണ്. അതിലിപ്പോൾ ഒരു തെറ്റും പറയാനൊന്നുമില്ല. എല്ലാവരും കൂടെ എൻ്റെ മെക്കിട്ട് കയറാനായിട്ട്. അയ്യോ വാച്ച് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് വാച്ച് എടുക്കാനായിട്ട് പെണ്ണുമ്പോൾ അകത്തേക്ക് ഓടുക. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, എടാ ഞാനും പോകാം. കഷ്ടമുണ്ടാച്ചാ. അല്ല ഇവള് മാത്രം ചെന്നാൽ ബെല്ലും ബ്രേക്കും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെന്ന് വിളിച്ചു കൂവും. നാവിന് ലൈസൻസ് ഇല്ലല്ലോ, അതവർക്ക് വിഷമാവുകയും ചെയ്യും. അതുകൊണ്ട് ഞാനുള്ളത് നല്ലതാ. ഓരോരുത്തർക്കും ഓരോ കാരണം. ഞാനും പോവാം. അപ്പോൾ എങ്ങോട്ട്? ഞാനേ ഒരു സമ്മാനം കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അല്ല എന്താണാവോ സമ്മാനം എന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോഴേക്കും അതൊക്കെ കാണും പറഞ്ഞാൽ മതി. എന്താടാ നീ കഴിച്ചിട്ട് വരല്ലേടാ, കല്യാണം വരെയെങ്കിലും ഇനി അത് വേണ്ട. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ആവാന്നാണോ? അല്ല നിൻ്റെ ഏട്ടത്തി അമ്മ ഇവിടെ വന്ന് കയറിയാൽ നീ കഴിക്കില്ല എന്ന് എനിക്കറിയാലോ. അച്ഛന് തെറ്റി ആര് വന്ന് നെറ്റിപ്പട്ടം കെട്ടിയാലും സച്ചി മാറാൻ പോകുന്നില്ല. ഈ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ദൈവം സഡൻ ബ്രേക്ക് ഇടുന്നത് വരെ. ഇതേ ചെറുക്ക നല്ല കാര്യം പറഞ്ഞു വരുമ്പോഴാണ് സഡൻ ബ്രേക്ക്. നീ വരുന്നുണ്ടോ? അയ്യോ ഞാൻ വരുന്നില്ലേ, ഇത്തരം പാതകങ്ങൾ കണ്ടു നിൽക്കാനുള്ള മനക്കരുത്ത് എനിക്കില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നിങ്ങൾ തന്നെ പോയിട്ട് വന്നാൽ മതി. അപ്പോഴേക്കും ചന്ദ്രമതി ഇറങ്ങി വന്നു. ചന്ദ്രമതി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രയെ ഒരു മിനിറ്റ് ഞാനും വരാം. പെട്ടെന്ന് ഒരുങ്ങി വാ. രവീന്ദ്രൻ ഒരുങ്ങാൻ പോയപ്പോഴേക്കും എല്ലാത്തിനും ഹോൾമാർക്ക് മുദ്ര ഉണ്ടോയെന്ന് സൂക്ഷിച്ച് നോക്കണേ എന്ന് സച്ചിൻ ഇങ്ങനെ അമ്മയെ കളിയാക്കി പറയുക. അത് ഞാൻ നോക്കിക്കോളാം, കളിയാക്കൊന്നും വേണ്ട നീ, ആഹാ എന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും നമ്മുടെ സച്ചിനകത്തേക്ക് കയറി വരിക. സച്ചിനകത്തേക്ക് കയറി വന്നപ്പോഴാണ് സുധി ഡൈനിങ് ഹാളിലേക്ക് വന്നത്. കൂടെ പോകാറുന്നില്ലേ, കിട്ടുന്ന സ്വർണം തൂക്കി നോക്കാറുന്നല്ലോ. അപ്പോൾ ഞാൻ ആ ടൈപ്പല്ല. അയ്യോ എങ്ങനെ പറയാൻ കഴിയുന്നു, ഈ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കല്ല് വെച്ച നുണ. സുധി എനിക്കറിയാം നീ ആരാണെന്ന്, എനിക്കതറിയാമെന്ന് നിനക്കും അറിയാം. പിന്നെ സ്വന്തം ചോരയായി പോയി. ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരോടും തുറന്ന് പറഞ്ഞേ ഞാൻ നിന്നെ നാറ്റിച്ചേനെ. ഒരു കല്യാണത്തിന് ഞാൻ അനുകൂലമല്ല, പക്ഷേ പറയാനുള്ളത് ഞാൻ പറയും. കെട്ടിക്കൊണ്ട് വരുന്ന പെൺകുട്ടിയെ കണ്ണീര് കുടിപ്പിച്ചാ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ, മനസ്സിലായോ? 3 PG സുധീന്ദ്രൻ സാറേ എന്നും പറഞ്ഞിട്ട് PG സുധീന്ദ്രൻ സാറേ എന്ന് വിളിച്ചിട്ട് അവനങ്ങ് പോവുകയാണ്. സുധി ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ സുധി ഒളിപ്പിക്കുന്ന കുറേ രഹസ്യങ്ങളുണ്ട്. സുധിയുടെ ഭാഗത്തു നിന്നുണ്ടായ കുറേ മിസ്റ്റേക്കും ഉണ്ട്. ഇവൻ്റെ ജീവിതം തകരുകയും സുധി ചെയ്ത കുറ്റകൃത്യം ഇവൻ ഏറ്റെടുക്കുകയും ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പോവുകയും ഒക്കെ ചെയ്ത് എല്ലാവരും ഇവനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടും സുധി ഒന്നും മിണ്ടാതെ നിന്നു. ആ ഒരു കാര്യമാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് വരുന്ന വിശേഷങ്ങൾ. എന്തായാലും രേവതിയുടെയും സച്ചിൻ്റെയും കല്യാണമാണ് കഴിയുന്നത്. അപ്പോൾ സിയോഗി, താങ്ക് യു.